എനിക്ക് തോന്നുന്നില്ല, അത് ഞാനാവാൻ പാടില്ല. നമ്മൾ അതിനൊരു ഫീൽ കൊടുക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ലൈഫിൽ വലിയൊരു ഭാഗം നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ നമ്മളുടെ മക്കളാണെങ്കിലും ആ രീതിയിലാണ്. പക്ഷെ സിനിമക്ക് മാത്രം പലപ്പോഴും അത് മാറി പോകുന്നുണ്ടല്ലോ. ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യം. എൻ്റെ ആദ്യം മുതൽ എല്ലാ സിനിമകളിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് പ്രോമിനൻസ് കൊടുക്കുന്നതാണ്. ചേട്ടായിസിൽ തന്നെ ആ കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അതിന് മുന്നേ അറിയില്ല. അതായത് ഹീറോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹീറോയിനെ അടിക്കുമ്പോൾ വിത്തിൻ നോ ടൈം ഹീറോയിൻ തിരിച്ച് ഹീറോയുടെ മുഖത്ത് അടിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്കൊക്കെ അത് വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ രജപുത്രനാണ് അതിന്റെ ആദ്യത്തെ സിനിമ. രജപുത്രനിൽ സുരേഷ് ഗോപിയും ശോഭനയും തമ്മിലുള്ള കോമ്പിനേഷൻസിൽ ശോഭന സുരേഷ് ഗോപിയെ എടാ എന്നാണ് വിളിക്കുന്നത്. അന്ന് ഒരു സ്ത്രീ എടാ എന്ന് വിളിക്കുന്നത് ആ കാലഘട്ടത്തിൽ വലിയ അതിശയമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ഈക്വൽ ലെവലിലേക്ക് വരണം എന്നൊരു സൂചന അപ്പുമുതലേ കൊടുക്കാൻ എനിക്ക് നല്ല താല്പര്യം. പേരിന് നല്ല പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ജാഫ്രിക്ക് കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന്റെ പേര് വളരെ സിമ്പിൾ ആക്കുക എന്നുള്ള രീതിയിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ബുദ്ധിമുട്ടാകുമ്പോൾ ഒരാളൊരു പടം കണ്ടു തിരിച്ചു വരുമ്പോൾ ഏത് പടത്തിനാ പോയെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് പറയാനുള്ള പറ്റുന്നില്ല. അപ്പൊ അത് കുറച്ചുകൂടെ സിമ്പിളാക്കുക. ഈ പേര് കുറച്ച് ക്രെഡിറ്റിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് സെലക്ട് ചെയ്യാനുള്ളത്? എനിക്ക് അതിനോട് അതിനൊരു അഭിപ്രായം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം സിനിമ അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഒരു പേര് വേണ്ട നിർബന്ധമാണ്. നമ്മൾ മക്കൾക്ക് ഒരു പേര് നമ്മൾ കുറെ പേരുകൾ അന്വേഷിച്ച് അവസാനം നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് ഇടുന്നത്. ആൾക്കാർ പറയുന്നു വിളിക്കുന്നതല്ല നമ്മുടെ വിഷയം, അല്ലെ? നമ്മുടെ പേഴ്സണൽ താല്പര്യമാണ്. നമ്മുടെ കുഞ്ഞുപോലത്തിനാണ് നമ്മൾ സിനിമയ്ക്ക് ഒരു പേര് ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ടാണ്. എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്നൊരു പടം കേരളത്തിൽ റിലീസായപ്പോ ഒരാളും ഞാൻ ആ പടത്തിന് പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. ഷാറുഖ് ഖാൻ കാജോൽ സിനിമ സൂപ്പർ സിനിമ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പടം കഴിഞ്ഞ് വന്നിട്ട് പടത്തിന് പോകുമ്പോഴും ആ പടത്തിന് പേര് കൊണ്ട് ഒരു കോട്ടം ആ സിനിമക്ക് തട്ടാണെങ്കിൽ ആ സിനിമ കേരളത്തിൽ ഓടാതിരിക്കണമായിരുന്നു, അല്ലെ? ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആ കാലം വരെ ഇക്കാലത്ത് പോലും എത്ര പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പടം ഇന്ത്യയിലെ നമ്പർ 1 ഹിറ്റാണ്. അപ്പൊ അതെല്ലാം ഒരു പ്രചോദനമാണ്. അപ്പൊ അതല്ല നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഒരു പേര് എടുക്കാൻ കാരണം ഇതിന് സബ്ജക്റ്റ് ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടാണ്. ഇതിലാണ് ഹൈലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് നാം പറഞ്ഞത്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലാണ് സെക്കൻഡ് ഹാഫിൽ കഥ പോകുന്നത്. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നായകന്റെ ക്യാരക്ടർ പ്രകാരവും നായകന്റെ മുന്നോട്ടുള്ള നീക്കവും സെക്കൻഡ് ഹാഫിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു മൃദുഭാവത്തിലൂടെ ദൃഢമായ കൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ പേര് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് ഈ പേര് ആദ്യമായിട്ട് പ്രൊഡ്യൂസർസും ആക്ടർസ് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അത് വിഷയമാവത്തില്ല. പടത്തിന്റെ കളക്ഷൻ അത് ഒരിക്കലും ബാധിക്കത്തില്ല. ആളുകൾ പറഞ്ഞത് പ്രിപ്പയർ ആവും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം മൃദുഭാവ ദൃഢകൃതി എന്നല്ല ഫസ്റ്റ് ടൈറ്റിലായിട്ട് അനൗൺസ് ചെയ്തത്. MBDK എന്നുള്ള ചുരുക്കപ്പേരാണ് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് MBDK എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങൾ മൃദുഭാവ ദൃഢകൃതി എന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാൻ പറ്റാത്ത ദൈവാദിനം കൊണ്ട് മൃദുഭാവെ ദൃഢകൃതി എന്ന് പാടിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായി. അതൊരു ഭാഗ്യം പോലെയാണ് ആ പാട്ട് വന്നതെന്ന് ഞങ്ങൾക്ക്